പക്ഷെ നമ്മൾ ഫുള്ള് സ്പോർട്സ് അല്ല, അതിന്റെ പാരലായിട്ടൊരു ഗ്രാമീണ കഥയും കുടുംബ പശ്ചാത്തലവും ഫ്രണ്ട്ഷിപ്പും സ്കൂളും കാലഘട്ടമൊക്കെ പറഞ്ഞു പോകുന്നൊരു കഥയാണ്. ഒരുപാട് വലിയ താരതരങ്ങളൊന്നുമില്ല, എന്നിരുന്നാൽ പോലും കുഞ്ഞു കുഞ്ഞു താരങ്ങളാണെങ്കിൽ പോലും അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു തവണ എന്തായാലും തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഒരു ഹൃദയത്തിൽ ചില പോർഷനിലൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനകത്ത് മാത്യൂസ് ആണെങ്കിലും മാത്യൂസിൻ്റെ കൂട്ടുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആൾ, അതുപോലെ തന്നെ ബേസിലുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കുറേ താരങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പടമായിട്ട് തോന്നി. കാരണം ഈ പടത്തിന് മുമ്പ് വലിയ പ്രൊമോഷനുകളൊന്നും ഇല്ലാതെ വന്നൊരു പടമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയുടെ ഭാരത്തോടെ അല്ല വന്നാൽ കാണാം എന്ന രീതിയിലാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരു തവണ എന്തെങ്കിലും കാണാനുള്ള പടമുണ്ട്. ഓക്കെ, താങ്ക് യു. ബേസിൽ ഒരു എന്താ വെച്ചാൽ അദ്ദേഹം ഫുൾ ത്രൂ പടത്തിലുണ്ടെങ്കിലും ഒരു ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജ്യേഷ്ഠനെ പോലെയുള്ളൊരു സപ്പോർട്ട് തരുന്ന ഒരാളുടെ ഒരു കഥയാണ് പറയുന്നത്. പുള്ളി ഒരുപാട് സീനുകളൊന്നുമല്ല, ഉള്ള സീനുകളെല്ലാം പുള്ളിയുടെ ഒരു ലൈഫും എക്സ്പീരിയൻസും ഷെയർ ചെയ്യുകയാണ് ആക്ച്വലി. അപ്പോൾ ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുപോലെ ഒരു ചേട്ടന്മാർക്ക് നമുക്ക് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുമല്ലോ, അത്തരത്തിലൊരു ചേട്ടൻ്റെ ഒരു വാത്സല്യം പോലെയൊക്കെയുള്ള. പിന്നെ ബാക്കി എല്ലാവരും ചെറിയ ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സബ്ജക്റ്റ് അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ടു ദി എൻഡ് എൻ്റർടൈനിങ് ആണ്. നമ്മൾ ഒരു രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല, നമ്മളെ കൂടെ കൊണ്ടുപോകണം. വളരെ നല്ല സിനിമയാണ്. താങ്ക് യു. ഫാമിലിക്കൊക്കെ നല്ലോണം ഫാമിലിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഇമോഷണൽ ഡ്രാമാസും കൂടെ ഉണ്ട്. താങ്ക് യു. അത് ഈ വലിയ വലിയ പടങ്ങളിലൂടെ വരുന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഈ കൊച്ചു സിനിമകൾ ആരും സഞ്ചരിക്കില്ലല്ലോ. എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ഇതുപോലുള്ള സിനിമകളും മാത്യുവിൻ്റെ ഒക്കെ അഭിനയം ബേസിന്റെ അഭിനയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോന് തിരക്കഥാണ് അഖിലേഷ്, ഞങ്ങളുടെ മോനാണ്. തിയേറ്ററിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാലും ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ല ഇഷ്ടം. ചേട്ടാ പടം ഉണ്ടായിരുന്നു. വളരെ ഒരു ഫീൽ ഗുഡ് മൂവി, ഫാമിലി ആൻഡ് ഒരു +1 +2 പിള്ളേർക്കൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ്. പിന്നെ നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു അവസാനമൊക്കെ ആയപ്പോൾ. ആ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്കതൊക്കെ കണ്ടിരിക്കാൻ അതൊക്കെ നന്നായി എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത്. അപ്പോൾ അങ്ങനെ ലാഗൊന്നും അങ്ങനെ തോന്നിയില്ല. പിന്നെ മ്യൂസിക്കൊക്കെ നല്ലതായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല പാട്ട്, എല്ലാം ഭയങ്കര അത് നല്ല പറയണ്ടല്ലോ. എല്ലാവരും നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര രസമുണ്ടായിരുന്നു. പുതിയ ആൾക്കാരും ഭയങ്കര രസമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതൊരു കോമ്പോ ജനറേറ്റായി തോന്നുന്നു. നിങ്ങളെല്ലാവരും കണ്ട അഭിപ്രായം പറയും. മാത്യു പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കോമ്പോ വർക്കൗട്ടായിരുന്നു. അതുപോലെ തന്നെ ബേസിലും ഒരു അനിയൻ ചേട്ടൻ നല്ല ഇമോഷണലൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പടം കണ്ടാൽ മനസ്സിലാവും. താങ്ക് യു. നന്നായിട്ടുണ്ട്. നല്ല റെസ്പോൺസ്. അതിലാണെങ്കിലും പടം കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? ഇഷ്ടമായിട്ടാണ്. എല്ലാവരും ഇതേ അഭിപ്രായമാണ് പറയുന്നത്. എല്ലാവരും കാണാൻ ചെറുതായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. നൈസാണ്. എല്ലാവരും പടം കാണാൻ നല്ല അഭിപ്രായം കേട്ടാൽ എന്തായാലും പടം വന്ന് വീട്ടിൽ തന്നെ. ഞാൻ ആക്ച്വലി ഇവരെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഭാഗമായ സിനിമാ രീതിയിൽ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. അതിനൊരു കണ്ടന്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി ഒരു മണിക്കൂറുകളിൽ അറിയാലോ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ. അപ്പോൾ നല്ല പോസിറ്റീവ് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്തായാലും സന്തോഷം. ഇന്ന് 2 സിനിമകൾ റിലീസായിട്ടുണ്ട് ഞാൻ ഭാഗമായിട്ടുള്ളത്. അതിൽ ഏറ്റവും സന്തോഷം നൽകുന്നു. ഗുമസ്തൻ്റെ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കപ്പിന് ഷോ കേട്ടിട്ടുള്ളത്. അപ്പം എല്ലാം കൊണ്ടും സന്തോഷം. എനിക്ക് എന്തായാലും സിനിമ പ്രേക്ഷകരെയൊന്നും പ്രതീക്ഷിക്കുന്നു. ഇവിടെ തന്നെ ഒരു റിവ്യൂ കൊടുക്കും. എല്ലാവർക്കും കുടുംബസമേതം വന്നിരുന്ന് കാണാൻ പറ്റുന്ന രീതിയാണ് പെർഫെക്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാ ഇമോഷൻസും കണക്ട് ആവുന്ന മൂവിയാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പലർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ സിനിമ അല്ലേ. അപ്പം
അഭിപ്രായം പറയുന്ന മറ്റുള്ളവരാണെങ്കിലും നമ്മുടെ സ്വന്തം കുഞ്ഞ് കൊള്ളില്ല നമ്മൾ ആരും പറയില്ലല്ലോ. അതിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെയാണ് മുന്നോട്ട് ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ആണെങ്കിലും ഏതൊരു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മുന്നോട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് പ്രേക്ഷകർ തന്നെയാണ്. താങ്ക് യു.